കൊച്ചി എടയാർ തീപിടുത്തത്തിൽ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധം നടക്കുന്നു. 25 ലക്ഷം നഷ്ടപരിഹാരം വേണമെന്നാണ് ആവശ്യം. മൃതദേഹവുമായി തൊഴിലാളികൾ റോഡ് ഉപരോധിക്കുകയാണ്. ഇസത്ത് സുൽഫിക്കർ വിവരങ്ങളുമായി ചേരുന്നു. ഇസത്ത്, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. സേതുലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഇപ്പോൾ മൃതദേഹവുമായിട്ട് ഇന്നലെ കളമശ്ശേരിയിൽ മരിച്ച ബീഹാർ സ്വദേശി ശത്രുഘ്നൻ മുഖ്യയുടെ പ്രതിഷേധവും മൃതദേഹവുമായി ഇവിടെ പ്രതിഷേധം നടക്കുന്നത് നമുക്ക് കാണാം. ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ, അതായത് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരടക്കം അതുപോലെ തന്നെ പരിസരവാസികളെല്ലാം ചേർന്നാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഗതാഗതക്കുരുക്ക് പൂർണ്ണമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു 5 ലക്ഷം രൂപ കൊണ്ട് കുടുംബത്തിനൊന്നും ആകില്ല എന്ന് മാത്രമല്ല, അവർ ഇതിൽ തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നഷ്ടപരിഹാരം ഇവർ ചോദിച്ചിരുന്നു. കുട്ടിയുടെ പഠനമടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചോദിച്ചിരുന്നു. ഇതൊന്നും കമ്പനിയുടെ മുഖ്യത്തിൽ ഇത് നടന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, പ്രതിഷേധക്കാരിയായ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ചേരുവാണ്. जिम्मेवारी कंपनी का लो, वो बेचारा डर डर का काम किया, गेट लगवे लगी है, वो गेट नहीं लगा पा, उसका पकड़ लिया, लपेट लिया, तबे बलात्कार हो गया, पूरा आग लग गया, बलात्कार हो गया, उसका झपट लिया, जरा दिया सांप के। 10 गो गाड़ी आया पानी वाला, तब बुताया, तब लाश का निकाला था। बीवी बच्चा का सिचुएशन क्या है? बीवी बाल बच्चा बहुत बोल नहीं पाएगा, वो बहुत बेहोश है। कंपनी को मालिक क्या बोल रहा? कंपनी का मालिक बोला कभी 5 लाख देगा, कभी 2 लाख देगा, कभी 15 लाख देगा। हम जी वो भी बोलेगा, जिसका पति चला गया वो बोलेंगे, वो न करेंगे। ओकरा बीवी से रिपोर्ट लेगा ना, बीवी है ना ओकर जिंदगी भर का मालिक, वो नहीं, उसका बीवी से रिपोर्ट नहीं लिया, वो अपना मन से बोला 1000 2000 3000 ऐसा नहीं जिंदगी। ശരി, വളരെ വൈകാരികമായി പ്രതികരിക്കുകയാണ് മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ഭാര്യ. അവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്.